ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് ഡിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായിക്കൊണ്ട് രാജസ്ഥാൻ യുണൈറ്റഡ് FC, അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹി, അതുപോലെ തന്നെ മുംബൈ സിറ്റി എന്നിവരാണ് വരുന്നത്. ഈ എതിരാളികളെ വെച്ച് നോക്കുമ്പോൾ ചില മുൻതൂക്കങ്ങൾ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് വിദേശ താരങ്ങളുടെ എണ്ണമാണ്. അതായത് മുംബൈ സിറ്റിയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ ഡൽഹിയുടെ കാര്യമാണെങ്കിലും അവരോടൊപ്പം 4 വിദേശ താരങ്ങളാണ് നിലവിൽ ഉള്ളത്. അതേസമയം രാജസ്ഥാൻ യുണൈറ്റഡിന് 5 വിദേശ താരങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിദേശ താരങ്ങൾ ഗ്രൂപ്പ് ഡിയിൽ ഉള്ള ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. 6 വിദേശ താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനകത്തുണ്ട്. മാത്രമല്ല 6 വിദേശ താരങ്ങളെ ഒരേ സമയം ഉപയോഗപ്പെടുത്താനുള്ള ഒരു ഓപ്ഷനും ഇപ്പോൾ സൂപ്പർ കപ്പിൽ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ഉള്ളത്. മറ്റുള്ള എതിരാളികളെക്കാൾ കൂടുതൽ വിദേശ താരങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് അവകാശപ്പെടാൻ സാധിക്കും. അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം. മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതൽ പ്രീ സീസൺ ലഭിച്ചു എന്നുള്ളതാണ്. ഗ്രൂപ്പിലുള്ള എതിരാളികളെക്കാൾ മുന്നേ പ്രീ സീസൺ ആരംഭിച്ച ക്ലബ്ബ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഡൽഹിയൊക്കെ പ്രീ സീസൺ ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ മുംബൈ സിറ്റിക്കോ അതല്ലെങ്കിൽ രാജസ്ഥാൻ യുണൈറ്റഡിനോ വേണ്ടത്ര ഒരു തയ്യാറെടുപ്പ് പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇത് രണ്ടും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമാകുന്ന ഒരു ഘടകമാണ്. പക്ഷേ അത് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതിൽ മാത്രമാണ് പ്രസക്തിയുള്ളത്. കാരണം ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ക്ലബിന് മാത്രമാണ് സെമി ഫൈനലിന് യോഗ്യത നേടാൻ കഴിയുക. അതിനർത്ഥം ഈ എതിരാളികളെയെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ 1-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് സെമി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.